തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര ഗ്രാമപഞ്ചായത്തിൽ 11 kV വൈദ്യുതി ലൈനുകൾ അപകടാവസ്ഥയിൽ. അരുവിക്കര കാച്ചാണി വാർഡിലെ പാലക്കുഴിയിലാണ് വൈദ്യുതി പോസ്റ്റുകൾ വീടുകൾക്ക് മുകളിലേക്ക് മറിയുന്ന നിലയിലായത്. നാട്ടുകാർ പരാതി അറിയിച്ചിട്ടും വൈദ്യുതി വകുപ്പ് തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല. അരുവിക്കര കാച്ചാണി വാർഡിലെ പാലക്കുഴി ഭാഗത്ത് റോഡിന് വീതി കൂട്ടിയതോടെയാണ് 11 kV വൈദ്യുതി പോസ്റ്റുകൾ അപകടാവസ്ഥയിലായത്. പോസ്റ്റുകൾക്കടിയിലുള്ള മണ്ണ് മാത്രം നിലനിർത്തി ബാക്കി ഭാഗത്ത് വീതി കൂട്ടിയാണ് റോഡ് നവീകരിച്ചത്. ഈ പോസ്റ്റുകൾ സുരക്ഷിതമായി മാറ്റി സ്ഥാപിച്ചില്ല എങ്കിൽ അടുത്ത കാറ്റിലും മഴയിലും അപകടം ഉറപ്പാണ്. ഈ ഭാഗത്തെ വീടുകൾക്ക് മുകളിൽ വൈദ്യുതി ലൈൻ പതിക്കുമെന്ന് നാട്ടുകാർ ഭയപ്പെടുന്നു. അരുവിക്കര MLAയ്ക്കും KSEBയ്ക്കും പരാതി നൽകിയിട്ടും നാട്ടുകാർ പണം അടയ്ക്കണമെന്ന നിലപാടിലാണ് അധികൃതരെന്ന് സ്ഥലവാസികൾ പറയുന്നു. പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും MLAയ്ക്ക് കളക്ടർക്ക് KSEB എല്ലാം ഞങ്ങൾ പരാതി ഒരുപാട് പ്രാവശ്യം കൊടുത്തത്. എല്ലാവരും ചെയ്യാതെ പറഞ്ഞു എസ്റ്റിമേറ്റ് KSEB ഒന്ന് എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് പോകും. അവർക്ക് ആര് ക്യാഷ് അടച്ചാലും ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതുവരെ ആരും പഞ്ചായത്ത് അവസാനത്തെ രേഖാമൂലം പഞ്ചായത്ത് ഇവിടെ വാർഡ് മെമ്പർക്ക് രേഖാമൂലം ലെറ്റർ കൊടുത്ത് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 11 kV വൈദ്യുതി പോസ്റ്റുകൾ സുരക്ഷിതമായി മാറ്റി സ്ഥാപിക്കാത്ത പക്ഷം സമരം ആരംഭിക്കാനാണ് യുവമോർച്ചയുടെ തീരുമാനം. നാട്ടുകാരുടെ ജീവന് തന്നെ അപകടമാവും തരത്തിലുള്ള വൈദ്യുതി ലൈൻ പോസ്റ്റുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്തൊരു മഴയത്ത് ഈ കെട്ടുകൾ ഇടിയുകയും മണ്ണിടിഞ്ഞ് ഈ പോസ്റ്റുകൾ പ്രദേശവാസികളുടെ വീടിന് നേരെ വന്ന് വീഴാനും വലിയൊരു അപകടം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഒരുപാട് പേർക്ക് നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും എല്ലാവരും വന്ന് എസ്റ്റിമേറ്റ് എടുക്കുന്നതല്ലാതെ ഇതുവരെ ആരും ഇതിനെതിരെ നടപടി ഉണ്ടായിട്ടില്ല. ഇനിയും ഇതിനൊരു പരിഹാരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യുവമോർച്ചയുടെ തീരുമാനം. ജൂണിൽ വൻ കാറ്റും മഴയും എത്തുന്നതിന് മുമ്പ് പോസ്റ്റുകൾ സുരക്ഷിതമാക്കണമെന്നതാണ് പൊതുവായ ആവശ്യം. ജനം, തിരുവനന്തപുരം.